ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിന്ന് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഒരു ഫസ്റ്റ് ക്യാൻഡലിലോട്ട് മാറ്റി നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്താലോ, ഇതൊരു എക്സ്പെരിമെൻ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ലോസ് ആണെങ്കിൽ ഇന്നത്തുകൊണ്ട് അത് മാറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജിയെ ഒന്നും കൂടെ പോളിഷ് ചെയ്തിട്ട് തൊട്ട് മുന്നിലത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലോട്ട് കൊണ്ടുവരാനാണ് ഒരു ശ്രമം. അപ്പോൾ ഞാനേതായാലും ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മളുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രേഡൊക്കെ സാധാ എടുക്കുന്ന പോലെ തന്നെ, പക്ഷേ എൻട്രി പോയിൻറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ഉണ്ടാവുന്ന അപ്സൈഡ് മൊമെൻറ്റവും ഡൗൺ സൈഡ് മൊമെൻറ്റവും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സെൽ പൊസിഷൻ ക്വാണ്ടിറ്റി കുറച്ചെടുക്കണമോ അതോ റെഗുലർ ക്വാണ്ടിറ്റി തന്നെ എടുക്കണോ? റെഗുലർ ക്വാണ്ടിറ്റി തന്നെ എടുക്കാം അല്ലേ? അല്ലെങ്കിൽ ഓക്കെ, ഏതായാലും റെഗുലർ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് സെല് ചെയ്തേക്കാം. ഇന്നിപ്പോൾ ഇത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒരൊറ്റ ട്രേഡ് മാത്രമേ ചെയ്യുള്ളൂ, കാരണം ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ ടൈം ജസ്റ്റ് കുറച്ചും കൂടെ മുന്നോട്ടാക്കി ട്രേഡ് ബിഗിനിങ്ങിൽ തന്നെ എടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്, കോസ്റ്റിലേക്കും വരുന്നുണ്ട്. അപ്പം നോക്കാം, ഏതായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ ലൈനിനെ ബ്യൂട്ടിഫുള്ളായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഇവിടെ നിന്ന്, നമ്മുടെ എൻട്രി പോയിൻ്റ് ഇവിടെ നിന്ന് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ്, 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 1:3 റിസ്ക് റിവാർഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ EMIയുടെ സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പം ഇതിന് മുന്നേ നല്ലൊരു ഫോള് കിട്ടുന്നുണ്ട്. ഇന്നലെ ഒരു ബ്രദർ പറഞ്ഞായിരുന്നു, നമ്മുടെ എത്ര കൺവിക്ഷൻ ശരിയാണെങ്കിലും നമ്മൾ കൂടുതൽ ട്രേഡ് എടുക്കുന്നു. വളരെ കറക്റ്റായ കാര്യമാണ്, പക്ഷേ അത് നമുക്കൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ആക്ച്വലി ഗ്യാംബ്ലിങ്. എനിക്ക് ഫേവറായിട്ട് മാർക്കറ്റ് തിരിഞ്ഞുകൊണ്ട് ഞാൻ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എനിക്ക് നല്ല ലോസ്, അതിൽ കൂടുതൽ ലോസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബ്രദർ പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. ഡിസിപ്ലിൻ ട്രേഡ് എന്ന രീതി, നമ്മുടെ ട്രേഡ് ഔട്ടായാൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു ഗ്യാംബ്ലിംഗ്, പക്ഷേ അത്രയും കൺവിക്ഷൻ ഉണ്ടോണ്ടാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഡിസിപ്ലിൻ ട്രേഡർ എന്ന രീതിയിൽ അതൊന്നും അല്ല. ഏതായാലും നമ്മുടെ എൻട്രി പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് കൊടുത്തേക്കാം. 315-ഉം 316-ഉം ഓക്കെ, 316-ഉം 17. ഇനി ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, ഇതാണെന്ന് ലോസ് ബുക്ക് ചെയ്തത്.